എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെയായിരുന്നു നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ്, അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടോ എന്നിങ്ങനെയൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാറുന്നതിനുള്ള ഒരു അവസരമായിരുന്നു. അത് നിങ്ങൾ പഠിക്കുന്ന സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ നിങ്ങൾക്ക് മാറുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്ന ഒരു അലോട്ട്മെൻറ്റാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക മറ്റന്നാളാണ്. അതായത് ഈ ഒരു ജൂൺ 28 വിദ്യാർത്ഥികളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കും. അതായത് ചിലപ്പോൾ നാളെ രാത്രിയോടെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്ക് നിങ്ങൾ മാറേണ്ടത് നിർബന്ധമാണ്. കാരണം നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ എ എന്ന സ്കൂളിൽ നിന്നും എ എന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ എ എന്ന മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് മാറുന്നത് എന്ന് കരുതുക. അങ്ങനെ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ്, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് കരുതുക. ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ അഡ്മിഷൻ ക്യാൻസൽ ആവുകയും പിന്നീട് ഇവിടെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, പക്ഷേങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ തുടർന്നും പഠിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിലേക്കോ കോഴ്സിലേക്കോ മാറേണ്ടത് നിർബന്ധമാണ്. കാരണം ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് മറ്റന്നാൾ, അതായത് ഈ ഒരു ജൂൺ 28 നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.